ഹലോ ഗ്യാങ്, ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടാക്കിയായിരുന്നു ഹൗ ടു എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ള രീതിയിൽ ഷെയറിങ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞ പോയിന്റിലാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരു പോയിന്റ് മിസ് ഔട്ട് ചെയ്തു. ഞാൻ പിന്നെ ഓർത്തപ്പോൾ എനിക്ക് മനസ്സിലായി ദാറ്റ് പോയിന്റ് അലോൺ റിക്വയർസ് എ സ്റ്റാൻഡ് അലോൺ വീഡിയോ. കാരണം ദാറ്റ് പോയിന്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് മെനി പീപ്പിൾ ടെൻ ടു ഇഗ്നോർ ഓർ നോട്ട് നോ ദിസ്. അപ്പോൾ ഞാൻ ആ പോയിന്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഉണ്ടാക്കിയേക്കുന്നത്. സോ ദ പോയിന്റ് ഓഫ് ദ വീഡിയോ ഇസ് റീഡിങ് ദ റൂം. അതല്ല, നോട്ട് ദാറ്റ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാനാണെങ്കിൽ രണ്ട് സിനാറിയോ പ്ലേ ഔട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ആ സിനാറിയോ പ്ലേ ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു ഈ ടോപ്പിക് എന്തിനെ പറ്റിയാണ്. ഓക്കെ, സിനാറിയോ 1. അച്ഛാ അമ്മ 6 പരീക്ഷ എഴുതിയതിൽ 5 സപ്ലി ആയിട്ടുള്ളൂ, ഒരെണ്ണം പാസ്സായിട്ടുണ്ട്. ഈ എടാ നിനക്ക് നാണം ഉണ്ടോടാ? നിങ്ങൾക്ക് എന്നാത്തിനാടാ വളർത്തണേ? 6 പരീക്ഷ എഴുതിയിൽ 5 സപ്ലിന്ന് നിന്നെയൊക്കെ ഉണ്ടല്ലോ അടിച്ച്. അയ്യോ നിക്ക്. അതിന് മുന്നേ ഒരു 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 കാര്യം ചോദിച്ചോട്ടെ. അന്ന് ഞാൻ ഗോവ ട്രിപ്പ് പോകാന്ന് പറഞ്ഞ 10,000 രൂപ ഇതുവരെ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടില്ലല്ലോ. അത് ഇട്ടിട്ട് ബാക്കി കാര്യം നമുക്ക് മിണ്ടിയാലോ. എന്നാ പറഞ്ഞേ? ഗോവ ട്രിപ്പ് ഇല്ലേ, 5 സപ്ലിന്റെ ഇടയ്ക്ക് പൈസയല്ലേ വേണ്ടേ? ഞാനിപ്പോൾ എടുത്തിട്ട് വരാവേ. എടാ, Scenario 2. David, please don't do this. I'm the manager of this company. We need this deal. We can't lose this $10 million, or else my company would be at stake, at so much pressure. Please don't do this, David. And you did it, David. You son of a... Team outing അല്ലേ, ഇപ്പൊ സെറ്റ് ആക്കിയിട്ട് വരാം. സാർ, യെസ് കം ഇൻ. സാർ, ആ ടീം ഔട്ടിങ്ങിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ടീം പറഞ്ഞ 7th നമുക്ക് ഔട്ടിങ്ങിന് പോകാം, പക്ഷെ എനിക്ക് പേഴ്സണലി 8th പോകാൻ താല്പര്യം. സാറിന്റെ അടുത്തൊരു കൺഫർമേഷന് വേണ്ടി വന്നായിരുന്നു. നമുക്ക് ഏത് ദിവസമാണ് ടീം ഔട്ടിങ്ങിന് പോകണ്ടേ? 7th ആണോ 8th ആണോ? ഡേറ്റ് അല്ലേ, 7th അല്ലെങ്കിൽ 8th. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം മനീഷ്. നമുക്ക് 8th ടീം ഔട്ടിങ് പോവാം. സോ ദാറ്റ് ഓൺ 9th യു ക്യാൻ ഗോ ഹോം. സാർ, അതിന് ഞാൻ ലീവ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ. ഓ, ലീവ് ഒന്നും അപ്ലൈ ചെയ്യണ്ടാന്നേ? യു ആർ ഫയർഡ്. സാർ, ഈ 2 വീഡിയോയും കൊണ്ട് നിങ്ങൾക്ക് റീഡിങ് ദ റൂം എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദിസ് 2 were bad examples of reading the room. So, reading the room particularly refers to the vibe of the conversation. നിങ്ങൾ ഒരാളുടെ അടുത്ത് മിണ്ടുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ എന്ത് രീതിയിലാണ് കോൺവെർസേഷൻ നടക്കുന്നത്, വെദർ ഇറ്റ് ഈസ് എ ഹാപ്പി മൂഡ്, വെദർ ഇറ്റ് ഇസ് എ സാഡ് മൂഡ്, വെദർ ഇറ്റ് ഇസ് എൻ ആംഗ്രി മൂഡ്, അതനുസരിച്ച് നമ്മുടെ റെസ്പോൺസ് ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു കഴിവാണ് reading the room. Okay, so whatever conversation that you're going to make, you always have to make sure that you have read the room. അതനുസരിച്ച് മാത്രമേ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ലെറ്റ്സ് സേ യുവർ മാനേജർ ഓർ യുവർ ടീച്ചർ ഇസ് വെരി ആംഗ്രി അറ്റ് സംതിങ്. ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യം കൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ചാൻസസ് ആർ ദാറ്റ്സ് നോട്ട് ഗോയിൻ ഹാപ്പൻ. സെയിം തന്നെ വീട്ടിൽ തന്നെ ശ്രദ്ധിച്ച് നോക്കും. നിങ്ങളുടെ വീട്ടുകാരെ വല്ല അരിശത്തിലോ ദേഷ്യത്തിലോ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വല്ലതും കാര്യം കൊണ്ട് വല്ലതും പോകുമ്പോൾ നടക്കുമോ? അപ്പോൾ ഇത് ഈ പറഞ്ഞ 2 എക്സാമ്പിൾ എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു സ്കോപ്പിൽ കാണുന്ന 2 എക്സാമ്പിളാണ്. പക്ഷെ ഓൺ ദ ബ്രോഡർ സ്കെയിൽ നിങ്ങളിപ്പോൾ ഒരു വർക്കിംഗ് ലൈഫ് അല്ലെങ്കിൽ പിന്നെ ഒരു പ്രൊഫഷണൽ ലൈഫ് ചെയ്യാൻ പോകണോ അല്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ചില കാര്യങ്ങൾ ചില ടോണിൽ ചില സമയത്തേ പറയാൻ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും അപ്പം തന്നെ ഇടം ബലം നോക്കാണ്ടൊന്നും പറയാൻ പാടില്ല. എന്ന് വെച്ചാൽ ഫോക്കസ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ കോൺവെർസേഷൻ, നോട്ട് ദ ക്വാണ്ടിറ്റി. എല്ലാം കേട്ടിട്ട് റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പകരം എല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് ക്വാളിറ്റി ആയിട്ട് ആവശ്യമുള്ള സമയത്ത് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ വൈബ് ഓഫ് ദ റൂം. ഇസ് ഇറ്റ് ഗുഡ് ടു സ്പീക്ക്? ഇസ് ഇറ്റ് ബാഡ് ടു സ്പീക്ക്? വാട്ട് ഇസ് ദ മൂഡ് ഇൻ വിച്ച് ദ പീപ്പിൾ ആർ ഇൻവോൾവ്? അതനുസരിച്ച് വേണം നിങ്ങൾ പെരുമാറാനായിട്ട്. എപ്പോഴും ഇഫ് യു ഫീൽ ദാറ്റ് യു ആർ എ പേഴ്സൺ ഹു കാൺ അണ്ടർസ്റ്റാൻഡ് ദ വൈബ് ഓർ യു കാൺ റീഡ് ദ റൂം, ഓൾവേസ് തിങ്ക് ഓഫ് ഇറ്റ് ദിസ് വേ. ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. റെസ്പോണ്ട് ചെയ്യുന്നതിന് മുന്നേ അപ്പുറത്ത് നിൽക്കുന്ന ആളെ പറ്റി ഒന്ന് ഓർത്ത് നോക്ക്. അയാൾ എന്ത് സിറ്റുവേഷനിലാണ് നിൽക്കണേ, അയാളുടെ മൂഡ് എങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷനിലാണ് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് കേൾക്കാൻ നിങ്ങൾ താല്പര്യപ്പെടണേ, ആ രീതിയിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ ടീം ഒരു ഫുട്ബോൾ മാച്ച് തോറ്റിട്ടിരിക്കുക, ഓക്കെ, ആൻഡ് ദെൻ യുവർ കോച്ച് കംസ് ഇൻ ആൻഡ് സീസ് യു ഓൾ ഡെവസ്റ്റേറ്റഡ്. എല്ലാവരും ഇങ്ങനെ ഡൗൺ ആയിരിക്കുക, തോറ്റേൻ്റെ വിഷമവും ദേഷ്യ അരിശത്തിലും എല്ലാവരും ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ കോച്ച് വന്നിട്ട് ഒന്നിനും കൊള്ളത്തില്ല, യു ഗൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? യു ജസ്റ്റ് ഫീൽ ബാഡ്. ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് തിങ് ടു സേ. At the same time, if your coach comes out to say that you guys have tried a lot,
ഡോണ്ട് വറി, നെക്സ്റ്റ് ടൈം വിൽ ഗെറ്റ് ദം എന്നുള്ളൊരു വാക്യമാണ് പറഞ്ഞെങ്കിൽ ദാറ്റ് ഫീൽസ് ഡിഫറെൻറ്റ്. ബിക്കോസ് ഹി റെഡ് ദ റൂം, ഹി ന്യൂ വാട്ട് ടു സേ, ദാറ്റ് ഇസ് മച്ച് അപ്രീഷിയേറ്റഡ്. ഈ റീഡിങ് ദ റൂമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സം പീപ്പിൾ നാച്ചുറലി ഹാവ് ഇറ്റ്. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടൊക്കെ തന്നെ മിണ്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളെങ്ങനെയാണ് ചിന്തിക്കണേ, എന്തായിരിക്കും ഫീൽ ചെയ്യണേ എന്നൊക്കെ നോക്കിയിട്ട് പരിഗണിച്ചിട്ട് മാത്രമാണ് മിണ്ടത്തുള്ളൂ. പക്ഷെ ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കത്തില്ല. അത് അവരുടെ കുറ്റമല്ല. ഇറ്റ്സ് മേ ബി ബിക്കോസ് നോബഡി ഹാസ് ടോൾഡ് ദം ബിഫോർ. ബട്ട് ഇഫ് യു ആർ വൺ ഓഫ് ദാറ്റ് പീപ്പിൾ, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദെൻ റെസ്പോണ്ട്. ഈ വീഡിയോയിൽ കാണിച്ചു തന്ന എക്സാമ്പിളോ അല്ലെങ്കിൽ പിന്നെ പറഞ്ഞു തന്നെ വാക്യം അനുസരിച്ച് നിങ്ങൾ പെരുമാറാൻ നിൽക്കുവാണെങ്കിൽ യുവർ കമ്മ്യൂണിക്കേഷൻസ് എഫക്റ്റീവ്നെസ് and your impact is going to go sky high. The reason why I wanted to make this video is because I feel like sometimes people don't understand how insensitive they are to the situation when they respond, or maybe they don't realize that they are giving too much information to someone who doesn't need to know that, or maybe they are not considering other person's feeling or situation when they are responding. ഇങ്ങനത്തെ കാര്യങ്ങൾ ഓൺ എ വൈഡർ സ്കെയിൽ നോക്കുമ്പോൾ ഇറ്റ്സ് ഗോയിൻ ഹാവ് സോ മച്ച് ഇമ്പാക്ട്. ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ഒരു കോവർക്കറുടെ അടുത്തോ അല്ലെങ്കിൽ ലീഡിൻ്റെ അടുത്തോ മാനേജറുടെ അടുത്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ടാണ് നിങ്ങൾ പറയണമെങ്കിൽ തിങ്സ് ആർ ഗോയിങ് ടു ഹാവ് സം ബിഗ് ഇമ്പാക്ട്. സോ ദിസ് മൈന്യൂട്ട് ഡീറ്റെയിൽ ഹാസ് എ ഹ്യൂജ് ഇമ്പാക്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഐ വോണ്ടഡ് ടു കൺവേ ദിസ് മെസ്സേജ് ആസ് എ വീഡിയോ. ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ ടു യു. ആൻഡ് അനദർ തിങ് ടു സേ ഇസ് ലൈക്ക് ജസ്റ്റ് പ്രാക്ടീസ്. ഇഫ് യു ഡോണ്ട് നാച്ചുറലി ഹാവ് ദാറ്റ്, ജസ്റ്റ് പ്രാക്ടീസ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്, ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ നോക്ക്. ദെൻ തിങ്സ് വിൽ ഗെറ്റ് സോ മച്ച് ബെറ്റർ ഫോർ യു. So that was the video, guys. I hope this minute information has a big impact in your life. And before you go, comment your thoughts down in the comment section. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോകൾ കാണണം അല്ലെങ്കിൽ പിന്നെ വേറെയും ഐഡിയാസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ comment down below. Let's discuss, let's build a big community. And before you go, like, comment, share and subscribe so that you can catch more. I'll catch you next time, guys. Bye.